സോ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളിലേക്ക് കടക്കുകയാണ്. എന്താണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്നുള്ളത് പറയാം. അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ NWS. നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്ഷൻ വരക്കാൻ അറിയോ? NEWS. എവിടെയാണ് നോർത്ത് വെസ്റ്റ് വരുന്നത്? നോർത്തിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്, ഈസ്റ്റ് ഇവിടെ, വെസ്റ്റ് ഇവിടെ. അപ്പം നമുക്ക് വേണ്ടത് നോർത്ത് വെസ്റ്റ് അല്ലേ. അപ്പോൾ നോർത്ത് വെസ്റ്റ് മീൻസ് ഈ ഒരു ബോക്സ് കണ്ടോ, നോർത്ത് വെസ്റ്റ് കോർണർ മീൻസ് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ കോർണർ ഇവിടെ വരും, ഇവിടെ. അതായത് വെനെവർ യു ഗെറ്റ് എ ടേബിൾ ലൈക്ക് ദിസ്, ഇതിൻ്റെ ഈ കോർണർ എലമെൻ്റ് ആയിരിക്കും നോർത്ത് വെസ്റ്റ് കോർണർ എലമെൻറ്റ് എന്ന് പറയുന്നത്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഈ എലമെൻറ്റിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, ഒരു ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ ഓൾവേസ് ഇറ്റ് വിൽ ബി യുവർ ഫസ്റ്റ് എലമെൻറ്റ്. കണ്ടോ, ഈ അറ്റത്ത് വരുന്നത് ഏതായിരിക്കും? ഈ കോർണറിൽ വരുന്നത് ഏതാ? ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ ഓർത്താൽ മതി, വേറെ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട. ഈ ബോർഡിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. ഡയറക്ഷൻ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ, അതാണ് അത് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾവേസ് യു ടേക്ക് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഇനി ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. 27433154716 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് പോലെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. മെട്രിക്സ് എന്താണെന്നറിയാലോ? റോ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, കോളം ആയിട്ട് എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. ക്വസ്റ്റ്യൻ കാണുന്നത് ഇങ്ങനെയായിരിക്കും. ഇതിന് കുറച്ച് പേരുകൾ കണ്ടോ ഇവിടെ? വേരിയബിൾസ് O ആൻഡ് D. ഓയും ഡി ഒക്കെ എന്താണെന്നറിയോ? O സ്റ്റാൻഡ് ഫോർ ഒറിജിൻ ആൻഡ് D സ്റ്റാൻഡ് ഫോർ ഡെസ്റ്റിനേഷൻ. ഒരു ഒറിജിന് ഓരോ ഡെസ്റ്റിനേഷനിൽ പോകാനുള്ള ടൈം ആകാം, കോസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആവാം. ഫോർ എക്സാമ്പിൾ, ഒറിജിൻ 1 നിന്ന് D1 എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള കിലോമീറ്റേഴ്സ് ആവാം. വേണമെങ്കിൽ 2 കിലോമീറ്റേഴ്സ്, അല്ലെങ്കിൽ ഡേയ്സ് 7 ഡേയ്സ്, അല്ലെങ്കിൽ 4 rupees, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ ഓരോ റോയ്ക്കും ഓരോ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാനുള്ള ഡേയ്സോ ടൈമോ കോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തന്നിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെ ഇതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രെയിൻ പോകുമ്പോൾ, ഇപ്പോൾ എക്സ്പ്രസ്സിൽ പോകുമ്പോൾ എല്ലാ സ്റ്റോപ്പിലും അവർ നിർത്തില്ല, ഓരോ സ്റ്റോപ്പ് വഴിയൊക്കെ പോകുള്ളൂ. അതേപോലെ സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ പോകുമ്പോഴും അങ്ങനെയായിരിക്കും, ഓർഡിനറി ബസ്സിലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ഏതൊക്കെ സ്പോട്ടിൽ കൂടി പോയാൽ യു ബി ഗെറ്റിംഗ് ദ റിസൾട്ട് ഓർ ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൂടാതെ ആഫ്റ്റർ ദിസ് ടേബിൾ യു ക്യാൻ സീ വൺ അഡീഷണൽ കോളം ആൻഡ് റോ ഹിയർ അല്ലേ. എസ് എന്നും ഡി എന്നും പറഞ്ഞിട്ട് 2 അഡീഷണൽ റോ ആൻഡ് കോളം സെപ്പറേറ്റഡ് ഫ്രം ദ ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ എസ് സ്റ്റാൻഡ് ഫോർ സപ്ലൈ എന്ന് പറയും. ഇത് സപ്ലൈ എന്ന് പറഞ്ഞ് വായിക്കരുത് കേട്ടോ, അതുള്ളത് കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. ദിസ് ഇസ് സപ്ലൈ ആൻഡ് ദിസ് ഇസ് ഡിമാൻഡ് എന്ന് പറയും. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കഥ പറഞ്ഞുതരാം, അതനുസരിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ഷോപ്പിൽ നിന്നും കുറച്ച് ബുക്സ് മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പെൻ മേടിക്കാൻ പോയി. അപ്പോൾ നിങ്ങൾക്കൊരു 10 പേന ആവശ്യമുണ്ട്. ആ 10 പേനയ്ക്ക് പകരമായിട്ട് 10 പേനയ്ക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 15 പേന ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേന കിട്ടും? 10 പെൻ കിട്ടും, ശരിയാണോ? ബാക്കി കടയിൽ എത്ര ഉണ്ടാവും? 5 പെൻ ഉണ്ടാവും, ശരിയാണോ? ഇനി നേരെ തിരിച്ച് ഞാൻ ചോദിക്കാം, നിങ്ങൾക്കൊരു 10 പെൻ തന്നെ വേണം, പക്ഷെ അവിടെ 5 പെന്നേ ഉള്ളൂ, വേറെ അടുത്തൊന്നും കടയില്ല എന്ന് ഓർത്തോ. നിങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എത്രയോ വേണ്ടത്? നിങ്ങൾക്ക് 10 പെൻ. പക്ഷേ നിങ്ങൾക്ക് 10 പെൻ കിട്ടുമോ? അവിടെ ഇല്ല. നിങ്ങൾക്ക് അത്യാവശ്യം എഴുതേണ്ട എന്ത് ചെയ്യും? അവിടെയുള്ള 5 പെൻ നിങ്ങൾ മേടിക്കും, ശരിയാണോ? 5 പെൻ മാത്രം മേടിച്ചു, ബാക്കി നിങ്ങൾക്ക് എത്ര കിട്ടാണ്ട്? 5 കിട്ടാണ്ട്. അപ്പോൾ ഇവിടെ 2 കേസ് എക്സാമ്പിൾ പറഞ്ഞതിലും കുറവ് ഏതാണോ അതേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. ബാക്കി എത്രയാണോ അത് അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ we are going to start the northwest corner rule. Northwest corner rule ആയാലും LCM ആയാലും WAM ആയാലും the first 2 steps are common in all the 3 methods. അത് ആദ്യം മനസ്സിലാക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ the supply and the demand total should be equal. Total of supply must be equal to total of demand എന്നാണ് പറയുന്നത്. അതായത് ഈ ബോക്സിൻ്റെ അപ്പുറത്തേക്ക് തരുന്നവരെല്ലാം ആഡ് ചെയ്യുന്നതും ഡിമാൻഡ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴും ആൻസർ ഷുഡ് ബി സെയിം. അപ്പോൾ ആരൊക്കെയത്? 5 + 8 + 7 + 14, ദാറ്റ് ഈസ് യുവർ ടോട്ടൽ ഓഫ് സപ്ലൈ. അതേപോലെ ഡിമാൻഡ് ടോട്ടൽ ആരൊക്കെയാണ്? 7 + 9 + 18, ദാറ്റ് ഈസ് ടോട്ടൽ ഓഫ് ഡിമാൻഡ്. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് നോക്കിയേ, 34 ബോത്ത് ആർ ഈക്വൽ അല്ലേ. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? ഇറ്റ്സ് എ ബാലൻസ്ഡ് പ്രോബ്ലം എന്ന് പറയും. ബാലൻസ്ഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. അൺബാലൻസ്ഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കേസ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും അതിൽ ചെയ്യാനുണ്ടാവും. അത് നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അൺബാലൻസ്ഡ് കേസ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഓൾവേസ് എ കോസ്റ്റ് ഓർ എ മിനിമൈസിങ് പ്രോബ്ലം ആയിരിക്കണം. കോസ്റ്റോ അല്ലെങ്കിൽ മിനിമൈസിങ് പ്രോബ്ലം അല്ലെങ്കിൽ
ടൈം എന്തും മിനിമൈസ് ആവണം. അപ്പോൾ മിനിമൈസ് ചെയ്യുന്നത് ആരെയൊക്കെയാണ്? കോസ്റ്റ്, ഡിസ്റ്റൻസ്, ടൈം. ഈ മൂന്നെണ്ണത്തിനായിരിക്കും മിനിമൈസ് ചെയ്യുന്നത്. മിനിമൈസിങ് പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാ പ്രോഫിറ്റ്. പക്ഷേ മാക്സിമൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ കേസാണ്, വേറൊരു അഡീഷണൽ സ്റ്റെപ്പും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ട് എവർ ബി ദ മെത്തേഡ്സ്, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഇതാണ്. ദ ടോട്ടൽ ഓഫ് സപ്ലൈ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഡിമാൻഡ് ആൻഡ് ദ സെക്കൻഡ് കേസ് ഇസ് വാട്ട്? ഇറ്റ് ഷുഡ് ബി എ കോസ്റ്റ് ഓർ എ മിനിമൈസിങ് പ്രോബ്ലം അറിയാം. കോസ്റ്റോ ഡിസ്റ്റൻസോ ടൈം. ചിലപ്പോൾ ഈ കോസ്റ്റ് ഓർ മിനിമൈസിംഗ് എന്നുള്ളത് എടുത്ത് പറയില്ല, ക്വസ്റ്റ്യനിൽ പറയില്ല. ഒന്നും പറഞ്ഞിട്ടില്ല എന്നെങ്കിൽ ഇറ്റ്സ് അണ്ടർസ്റ്റുഡ്, ഇറ്റ്സ് എ കോസ്റ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ട് കോസ്റ്റ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് എടുത്ത് പറഞ്ഞേനെ. ഓക്കെ, സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ്, ഞാൻ ഈ പേരും ഒന്നും ഇല്ലാതെ ഡയറക്റ്റ്ലി അങ്ങോട്ടേക്ക് എഴുതുകയാണ്. O1 D1 ഒന്നും ഇല്ലാതെ ജസ്റ്റ് 5 8 7 14 7 9 18 എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ എഴുതി. സോ ദിസ് ഇസ് എ ടേബിൾ ദാറ്റ് യു ഗോട്ട്. ഈ ടേബിളിൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറഞ്ഞാൽ ഏതാ വരുന്നത്? ദിസ് ഇസ് എ തേർഡ് സ്റ്റെപ്പ്. സ്റ്റാർട്ടിങ് നോർത്ത് വെസ്റ്റ് ഇവിടെ നമ്മൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ബോക്സിലെ സ്റ്റാർട്ടിങ് എലമെൻ്റ് ഏതാ? 2 അല്ലേ? ആ 2ൻ്റെ നേരെയുള്ള സപ്ലൈയും ഡിമാൻഡും നോക്കാം. 2ൻ്റെ നേരെയുള്ള സപ്ലൈ എത്രയാ? 5. ഡിമാൻഡ് എത്രയാ? 7. ഇനി ഞാൻ ആ പറഞ്ഞ കഥ നോക്കിക്കോ. ഒരു പെൻ മേടിക്കാൻ പോയില്ലേ, കുറവ് ഏതാണോ അതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ 2ന് എന്തൊക്കെയുണ്ട് സ്വന്തമായിട്ട്? 5 ഉണ്ട്, 7 ഉണ്ട്. അപ്പോൾ അതിലെന്ത് കിട്ടും? 5 കിട്ടും. ആ 5 ഇവയാൾക്ക് കൊടുത്തു. കണ്ടോ? അപ്പോൾ ബാക്കി എത്രയുണ്ട്? 7 വെച്ചാൽ നമ്മൾ കമ്പാരിസൺ ചെയ്തത്. ഈ 274ന് എല്ലാവർക്കും കൂടി ഉള്ളതായിരുന്നു 5. ആ 5 ആരെടുത്തു? 2 എടുത്തു. ഇനി ഇവർക്ക് ആർക്കെങ്കിലും കിട്ടുമോ 5? ഇല്ല, 5 തീർന്നു അല്ലേ? അതുകൊണ്ട് ഐ എം ജസ്റ്റ് ക്രോസിങ് ദാറ്റ്. ഓക്കെ, ക്രോസ് ചെയ്തു. അപ്പോൾ 7ഉം 5 കൂടിയാണ് നോക്കിയത്. 7ൽ എത്ര അവരെടുത്തു? 5 അയർക്ക് കിട്ടി. ഇനി ബാക്കി എത്രയാ? 2. ഞാൻ ആ പേന പറഞ്ഞ പോലെ തന്നെ ബാലൻസ് ഇനി എത്രയുണ്ട് അങ്ങനെ വരണു എന്നുള്ള പോലെ തന്നെയാണ് ഇവിടെയും ചിന്തിക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫസ്റ്റ് എലമെൻ്റ് എടുക്കുക, ഫസ്റ്റ് സെല്ലിൻ്റെ അവിടെയുള്ള സപ്ലൈയും ഡിമാൻഡും നോക്കുക. 5ഉം 7ഉം. കുറവേതാ? 5. 5 കൊടുക്കുക, കൊടുത്തത് കളയുക, മറ്റേയാളിൽ നിന്നും അത് കുറയ്ക്കുക. ഈ 3 കാര്യം കൊടുക്കുക, കട്ട് ചെയ്യുക, മറ്റേയാളിൽ നിന്നും കുറയ്ക്കുക. ഇനി ബാക്കി എടുത്ത് എഴുതുക. ബാക്കി എടുത്ത് എഴുതുന്ന ആരൊക്കെയാണ്? 3 3 1 5 4 7 1 6 2 വിത്ത് ദ എമൗണ്ട് 2 9 18 8 7 14. കണ്ടോ, ഞാൻ 5 എഴുതിയില്ല, പിന്നെ 7 അല്ല ഇവിടെ എഴുതിയേക്കണത്, അതിന് പകരമായിട്ട് ആരാ? 2 ആണ് എഴുതിയേക്കണത്. ഇനി ഇത് ഫസ്റ്റ് എലമെൻ്റ് ആരാ? 3 അല്ലേ? 3യുടെ നേരെ എന്ത് കൊടുക്കും? 2 കൊടുക്കുമോ 8 കൊടുക്കുമോ? എന്ത് കൊടുക്കും? 2 കൊടുക്കും. ആ 2 ഞാൻ കൊടുത്തു. കൊടുത്ത ആളെ കട്ട് ചെയ്തു. കോളമാണ് വന്നത് അല്ലേ? കോളത്തിൽ നിന്ന് കട്ട് ചെയ്തു. ആരായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്ത? 8. 8ൽ നിന്ന് 6 ആക്കുക. കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്താ അടുത്തത്? 3 1 4 7 6 2 വിത്ത് 9 18. ഇവിടെ ബാക്കി 6 7 14. ഇവിടെ ഏതാ ഫസ്റ്റ് എലമെൻറ്റ്? 3. 3യുടെ നേരെ എന്തൊക്കെയുണ്ട്? 3ക്ക് നേരെ 6ഉം 9ഉം. എന്ത് കൊടുത്തു? 6 കൊടുത്തു. ചെറുത് ഏതാ? 6 അല്ലേ? കൊടുത്ത 6നെ കളഞ്ഞു. ബാക്കി 9ൽ നിന്നത് കുറയ്ക്കണു. 9 - 6 ഇറ്റ് ഇസ് 3. അടുത്തതാണ് ബാലൻസ് 4 7 6 2 3 18 7 14. ഓക്കെ, ഫസ്റ്റ് എലമെൻറ്റ് ഇസ് 4. 4ൻ്റെ നേരെ എന്തൊക്കെയുണ്ട്? 7 and 3. ഏത് കൊടുക്കും? സ്മോളസ്റ്റ് എലമെൻറ്റ് ഏതാ? 3. 3 കൊടുത്തു. കൊടുത്ത 3 കളഞ്ഞു. മറ്റേ ആളാരാ? 7 നിന്ന് 3 കളഞ്ഞാൽ ബാലൻസ് 4. അടുത്തത് 7 2 4 14 18. ഇതിലാരുണ്ട്? ഫസ്റ്റ് എലമെൻറ്റ് 7. 7ന് 4 കൊടുക്കുമോ 18 കൊടുക്കുമോ? എന്ത് കൊടുക്കും? 4 കൊടുത്തു. 4 കൊടുത്തു. 4 കളഞ്ഞു. ബാലൻസ് 14. ആൻഡ് ദ ലാസ്റ്റ് വൺ യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്സ് ദ സെയിം സപ്ലൈ ആൻഡ് ഡിമാൻഡ് 14. രണ്ടിടത്തും ഒരേപോലെ കിട്ടി. എനിക്ക് വേണ്ടതും 10, അവിടെയുള്ളതും 10 ആണെങ്കിൽ കംപ്ലീറ്റ്ലി എനിക്ക് കിട്ടുകയും ചെയ്തു. അവിടുത്തെ കംപ്ലീറ്റ് കഴിഞ്ഞില്ലേ? അപ്പോൾ എന്താ? ദിസ് ഇസ് ഓൺലി എലമെൻറ്റ്. യു ക്യാൻ അസൈൻ ദാറ്റ് 14 ഹിയർ ആൻഡ് ക്യാൻസൽ ഓഫ് ബോത്ത് റോ ആൻഡ് കോളം. ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല, ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല, സ്റ്റെപ്സ് ഇത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ കാര്യം മനസ്സിലായോ? ഞാനിത് ഇവിടെ ഒന്നും കൂടി ഇങ്ങോട്ടേക്ക് കാണിക്കുകയാണ്, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ, ഫോർ എക്സാമ്പിൾ നോക്ക്, 14 + 7 എത്രയാ? 21 അല്ലേ? 18 + 3 കണ്ടോ, വീണ്ടും 21. ഇവിടെ നോക്ക്, 6 + 7 + 14 14 + 6 20 20 + 7 27 18 + 9 27. സപ്പോസ് നിങ്ങൾ ഈ 8 മായ്ക്കാൻ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാൻ മറന്നു എന്നിരിക്കട്ടെ. അങ്ങനെ എനിക്ക് നോക്കിയേ, 18 + 9 27. പക്ഷേ 14 + 8 22 + 7 29. ഇറ്റ്സ് നോട്ട് മാച്ചിങ്. ഈക്വൽ ആണുണ്ടോ? 1 is 27 and the other one is 29. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ്സ് റോങ് എന്നല്ലേ. നമ്മൾ എവിടെയോ സബ്ട്രാക്ട് ചെയ്യാൻ മറന്നു പോയി. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്നറിയാം.
ഓക്കെ, ഇവിടം വരെ ചെയ്യണം. ഇത് ഞാൻ പറയുമ്പോൾ നോക്കി ചെയ്യുക, അടുത്ത ഇതിൽ നിങ്ങൾ ഒപ്പം ചെയ്യുക. അതിനുശേഷം ഞാൻ ഗിവ് യു വൺ പ്രോബ്ലം, അത് തന്നെ വർക്കൗട്ട് ചെയ്യുക. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇത്രേ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ എടുത്തിട്ട് ഇന്ന് ഫിനിഷ് ചെയ്യണം.